നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ അങ്ങനെ സിജോ ജോൺ പുറത്തായിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവര് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സിജോ ജോൺ ഔട്ടായിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഔട്ടായിട്ടുണ്ട്. വളരെ വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനാണെന്ന് ഞാൻ പറയും. അതിനേക്കാൾ ഉപരി ഒരു നന്ദികേടാണ്, അല്ലെങ്കിൽ ഒരു നെറുകേടാണെന്ന് പറയും. എനിക്ക് ഈ ബിഗ് ബോസ് ടീമിനോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏഷ്യാനെറ്റ് ക്രൂവിനോടോ അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂവിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. നന്ദി ഉണ്ടോടോ നിങ്ങൾക്ക്? നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങൾക്ക് ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പണം നിങ്ങളുടെ TRP നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം എന്നുള്ളതാണ്. കാരണം ഇത്രയും എടുത്തു പറയാനുള്ള ഒരു കാരണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ പരം ത്യാഗം ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? ഇത്രയും വലിയൊരു ഫിസിക്കൽ അസാൾട്ട് നേരിട്ടിട്ട് പോലും, ഇത്രയും വലിയൊരു അനീതിക്ക് പ്രായമായിട്ട് പോലും എന്ത് ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് അവൻ. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന വ്യക്തിയാണ്. അവന് വേണമെങ്കിൽ പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. 1-2 കോടി രൂപയുടെ കേസ് കൊടുത്ത് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അതിനുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതിനുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരുന്നു. അത്രയും വലിയ ഒരു ഫിസിക്കൽ അസാൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ നിന്നു കൊടുത്തു. നിങ്ങൾ തടഞ്ഞില്ല. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു കൃത്യമായിട്ടുള്ള വാലിഡ് പോയിന്റ് ആണ്. അതിനോടൊപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന ആങ്കർ പ്രോത്സാഹിപ്പിച്ചു. ആരെ? ഈ പറയുന്ന റോക്കി എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പ്രോത്സാഹിപ്പിച്ചു. ഇടിക്കാൻ പറയാൻ തന്നെ ഇടിക്കണം എന്ന് പ്രോത്സാഹിപ്പിച്ചു. അവിടെ എല്ലാം നിങ്ങൾക്കൊപ്പം അവൻ കൊണ്ട് കേസ്, പലരും ഈ ഒരു കേസ് പറഞ്ഞ് കേസ് വരെ കൊടുത്തിട്ടുണ്ട്. അതില് സുജയുടെ ഒരു എന്താ പറയുന്നത്, അവരെ കൂടെ നിന്നിരുന്നുവെങ്കിൽ, അവന്റെ ഒരു മൊഴി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കേസെതിരെയാണ്. അവനെ പുഷ്പം പോലെ കോടികൾ വാങ്ങിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ മറന്നുകൊണ്ട് നിങ്ങളോട് നിന്ന തന്റെ സ്വപ്നമായ BB6 കിരീടം മോഹിച്ച് നിങ്ങളുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് സിജോ ജോൺ. ഞാൻ പറയുന്നത് വോട്ട് കുറവായിരിക്കാം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഔട്ടാക്കിയത്. ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. മറ്റുള്ളവർ പറയും പോലെ അവന് പകരം അല്ലെങ്കിൽ വേറൊരാൾക്ക് പകരം സിജോ ഔട്ടാക്കിയതായിട്ട് ഞാൻ ഒരിക്കലും ഒരിടത്തും പറയത്തുമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. എല്ലാം വോട്ടിന്റെ പിൻബലത്തോടുകൂടി തന്നെയാണ് എല്ലാ മത്സരാർത്ഥികളും പുറത്താവുന്നത് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനർത്ഥം സിജോയെക്കാട്ടും വോട്ട് കൂടുതൽ മറ്റു പലർക്കും ഉണ്ട്. ഞാൻ ചോദിക്കുന്ന അവിടെയൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു നന്ദി അവരോട് കാണിക്കാമായിരുന്നു. എങ്ങനെയെന്നറിയാമോ? ഈ ഫിനാലെ വീക്കിലേക്ക് അവരെ കൊണ്ടുപോകാമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. തെണ്ടിത്തനമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ചെയ്തില്ല. വളരെ 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 മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിപ്പോ നിങ്ങളുടെ ഭാഗത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ്, ഒരാൾ എവിക്റ്റ് ആയിട്ടുണ്ട്. നോറ എവിക്റ്റ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊടിക്കൊരു നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവനെ കൂടി പുറത്താക്കില്ലായിരുന്നു. അവനെ ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്കെങ്കിലും കൊണ്ടുപോകുമായിരുന്നു. അവിടെ വെച്ച് വീണ്ടും അവനൊരു ഭാഗ്യ പരീക്ഷണത്തിനുള്ള ഒരു അവസരം കൂടി നിങ്ങൾ കൊടുക്കുമായിരുന്നു. നിങ്ങൾ ചെയ്തെങ്കിൽ വേണമെങ്കിൽ മിഡ് വീക്ക് വരെ ഈ പറയുന്ന ആൾക്കാരെ എല്ലാം പുറത്താക്കി ബാക്കിയുള്ളത് വീണ്ടും നോമിനേഷനിലേക്ക് വന്നിട്ട് ഒരു മിഡ് വീക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവനെ എവിക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാലേക്ക് തലേദിവസമോ അതുവരെയും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്താക്കാമായിരുന്നു. നിങ്ങൾക്ക് അത് കഴിയുമായിരുന്നു, ഒരു നഷ്ടവും കൂടാതെ. പക്ഷെ നിങ്ങൾ അത് എന്ത് ചെയ്യുക? നിങ്ങൾ അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അവനൊരു മണ്ടൻ. ഈ പറയുന്ന നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കണം. അവന്റെ ഈ പറയുന്ന എന്താണ് സ്വപ്നത്തിന് വേണ്ടി അവൻ വന്നു. അവസാനം നിങ്ങൾ തികച്ച് അണ്ണാക്കി കൊടുക്കുന്നില്ല. അണ്ണാക്കൂരെ നിങ്ങൾ കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം വോട്ടിന്റെ കുറവ് കൊണ്ടാണ് പോയതെന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ആ ചെറുപ്പക്കാരനോട് ബിഗ് ബോസ് കാണിക്കണമായിരുന്നു. കാരണം ഇതുപോലുള്ള ഒരു അനീതി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആരും നേരിട്ടിട്ടില്ല. അമ്മാതിരി ഇടിയാക്കിയിട്ടില്ല. അവൻ ജീവിതകാലം മൊത്തം കൊച്ചു വെച്ചാണ് അടുത്തതായിട്ട് വരും. ആ ഒരൊറ്റ ഇടിയുടെ പുറത്താണ്, ആ ഒരു ഇടി കിട്ടിയതിന്റെ പുറത്താണ് അവൻ 1 മാസം മാറി നിൽക്കുന്നത്. ആ 1 മാസം മാറി നിന്നതിന്റെ ഫലമാണ് അവൻ ഇപ്പൊ ഈ സമയത്ത് പുറത്താകാനുള്ള കാരണം. ഇല്ലെന്നുണ്ടെങ്കിൽ കപ്പടിക്കാനുള്ള വ്യക്തിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയുണ്ട്. എനിക്ക് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് സിജോ തന്നെയാണ്. മറ്റാരും അവന്റെ അത്ര ഇതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 1 മാസം, ആ കൂടി 3 മാസമേ ഉള്ളൂ. ആ കൂടി 100 ദിവസം, അതിൽ 100 ദിവസം, 3 മാസം നോക്കിക്കഴിഞ്ഞാൽ 1 മാസത്തോളം മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരിക അസാധ്യമാണ്. എല്ലാവരും അവനെ കാട്ടുതീ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും അവൻ ഇപ്പോഴും തിരിച്ചു വന്നതിന് ശേഷം നല്ല കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ നിൽക്കുന്നവരിൽ ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കുന്നവരെ. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു കളി അങ്ങനെയാണ്. ഒരാളുടെ മനസ്സിൽ പതിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ജിൻഡോ അല്ല അല്ലെങ്കിൽ ജാസ്മിൻ ആരായിക്കോട്ടെ, ഒരാളുടെ മനസ്സിൽ പതിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അടർത്തി മാറ്റി മറ്റൊരിലേക്ക് ചേക്കേറാൻ വലിയ പാടാണ്. നടക്കത്തില്ല. ഇനി ആൾക്കാർ വന്ന് എന്തൊക്കെ ചെയ്താലും നടക്കത്തില്ല. ഈ പറയുന്ന 10-30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം വരെ ഉണ്ട്. ഈ 40 ദിവസത്തിനകത്ത് ഒരു പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരാളുടെ പേര്, ഒരാളുടെ രൂപം പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ദണ്ഡിത്തനം കാണിച്ചാലും അവരുടെ കൂടെ തന്നെ നിൽക്കും. അതാണ്
പ്രേക്ഷകരുടെ മനസ്സ് നമ്മൾ കുറെ വർഷം കൊണ്ട് കാണുന്നതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു സിജോ 1-2 വീക്കിനുള്ളിൽ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ പാടാണ് ജയിക്കാൻ എന്നുള്ളത്. പക്ഷെ അവൻ ഏതാണ്ട് 1 മാസത്തോളം എടുത്തു. അതിനുശേഷം വന്നതിന് ശേഷവും വീണ്ടും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1-2 ആഴ്ച മിണ്ടാതിരുന്നു. അതുപോലെ അവൻ വന്ന സമയത്ത് നോളയുടെ അടുത്തായിക്കോട്ടെ ജിൻഡോയുടെ അടുത്തായിട്ട് അവരുടെ അടുത്തൊക്കെ പിന്നെ കണ്ടന്റ് ഉണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ കയർക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരൊക്കെ അവിടെ മൗനം പഠിച്ചു. തിരിച്ചൊന്നും പറയില്ല. ചെന്നാൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് തിരിച്ചടിക്കുമ്പോൾ മറ്റേ പൊട്ടന്മാരെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനുശേഷം അവന് വീണ്ടും പ്രശ്നമുണ്ടായി. ഹോസ്പിറ്റലിലായി. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവൻ കുറച്ച് ദിവസം മിണ്ടാതിരുന്നപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൂടി എന്തെങ്കിലും അവൻ മറ്റേ കാട്ടു തീയാണ് മറ്റേതാണ് മറിച്ചതാണ് കുറെ കളിയാക്കി. അതിനുശേഷം ഇപ്പോഴും അവിടെ ആരെക്കാളും കൂടുതൽ കണ്ടന്റ് തരുന്നത് അവൻ തന്നെ ഞാൻ പറയും. ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മൈൻഡ് ഗെയിമും സംസാരിക്കാനുള്ള കഴിവാണ്. ഇത് രണ്ടും അവനുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായി? എന്തുകൊണ്ടും മറ്റാരെക്കാളും അവിടെ കപ്പടിക്കാൻ അർഹതയുണ്ടായിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് സിജോയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ വർഷവും എനിക്കിഷ്ടമുള്ള ഒരു മത്സരാർത്ഥി കാണും. ഞാൻ ആ മത്സരാർത്ഥിയെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യവും എനിക്ക് ഇഷ്ടപ്പെട്ടത് സിജോയാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു ബി ബി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന കുറച്ച് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെല്ലാം സിജോയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തൊക്കെയായാലും ഈ പറഞ്ഞ ഈ ഒരു എവിക്ഷൻ, ഈ പറഞ്ഞ പുറത്താക്കൽ വളരെ വളരെ അൺഫെയർ. അതിനേക്കാൾ ഉപരി തെണ്ടിത്തനമായി. ഈ പറയുന്ന അവനെ ഇടിച്ചിട്ട് ഒരു അല്പൻ ഉണ്ടായിരുന്നവർ, അല്പൻ എന്ന് ഞാൻ അവനെ വിളിക്കുള്ളൂ, മറ്റാരുമല്ല റോക്കി, റോക്കി എന്ന് പറഞ്ഞ് സ്വയം പൊങ്ങി നടക്കുന്ന റോക്കി. അതൊരൊറ്റ തെണ്ടിത്തനത്തിന്റെ കാര്യമാണ് ഇവനിപ്പോ കപ്പ് കിട്ടാതെ പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരൊറ്റ സമയം ഇപ്പോഴും അവിടെ വിലസി കിടക്കുന്നു. അവൻ ഇടി കിട്ടിയവൻ എന്ത് ചെയ്താൽ ഫിനാലിലും കൂടെ കയറാതെ വെളിയിലായി. ഏഷ്യനെറ്റ് എന്ത് പറ്റി? ഒന്നും പറ്റില്ല. അവർക്ക് കേസ് നടന്നില്ല, ഒന്നും നടന്നില്ല. കാരണം സിജോയുടെ മൊഴി ഇവർക്ക് അനുകൂലമാണല്ലോ. അതുകൊണ്ട് കേസും നടന്നില്ല, ഒന്നും നടന്നില്ല. അവനെ കറിവേപ്പല പോലെ എന്ത് ചെയ്തു? ഓ മതി, ഇനി വേണ്ട എന്നുള്ള രീതിയിൽ അടിച്ചു. ഇപ്പം ഫിനാലെ വീക്കിലേക്ക് 7 പേര് വന്നിട്ടുണ്ട്. മുമ്പത്തെ സീസണിലെ 7, എനിക്ക് സീസൺ 4 7 പേരായിരുന്നു. ആണോ? കഴിഞ്ഞ സീസണിൽ 6 പേരായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്കൊരു ചെറിയ ഒരു നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് ചെയ്യുമാണ്. പക്ഷെ നിങ്ങൾ നന്ദി എന്ന് പറയുന്നത് 7 അഴലത്തോടും പോയിട്ടില്ല എന്ന ഈ ഒരു എവിക്ഷനിലൂടെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വ്യക്തമാക്കുകയാണ്. വളരെ അൺഫെയർ ആയി കേട്ടോ, വളരെ അൺഫെയർ ആയി. ചെറിയൊരു നന്ദി അവനോട് കാണിക്കണമായിരുന്നു. മനസ്സിലായി? അവനെ ഫിനാലെ വരെ കപ്പ് കൊടുക്കണം അങ്ങനെയൊന്നല്ലോ. ജനങ്ങളുടെ അഭിപ്രായത്തിൽ വിട്ടുകൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലായിരുന്നു ഈ സംഭവം. ഇതിന്റെ ഫലം നിങ്ങളുടെ കയ്യിലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ ഇപ്പോൾ എവിക്ട് ചെയ്യാതെ ഈ ഒരു ഫിനാലെ വീക്കിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. അത് നിങ്ങൾ ശ്രമിച്ചില്ല. അത് ഏറ്റവും വലിയ നെറുകേടാണ്, നന്ദികേടാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോ എന്തായാലും ഇനി 7 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഞാൻ ലൈവ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ 3 ദിവസമായി. സത്യം പറഞ്ഞാൽ പല്ല് വേദന. എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്തോ എനിക്കറിയത്തില്ല. 2 സീസൺ കൊണ്ട് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് അവരെ മനസ്സിരിപ്പെന്ന് എനിക്കറിയത്തില്ല. അവരങ്ങ് ഉഴപ്പി വിടുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ തീരാൻ വേണ്ടിയിട്ട് 10-20 ദിവസം ഉള്ളപ്പോൾ തന്നെ ഇവർക്ക് ഈ പറയുന്ന എന്താണ് സ്പോൺസർഷിപ്പ് കിട്ടും. സ്പോൺസേർഡ് പ്രോഗ്രാംസ് ഇന്ന ദിവസം ഇന്ന ദിവസം ഇന്നതെന്നുള്ളത് അപ്പോൾ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു? ഇവരെ കരാർ ഒപ്പിട്ടു. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് വാങ്ങും. പിന്നെ ഓടിയുണ്ട് പൈസ നമുക്ക് കിട്ടിയല്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക്. കാരണം പോണെങ്കിൽ അവരുടെ പൈസയെ പോകുള്ളൂ. ഈ പറയുന്ന സ്പോൺസർഷിപ്പ് ചെയ്യുന്ന അവരുടെ പൈസ ആയിരിക്കും പോകുന്നത്. കാരണം എനിക്കറിയത്തില്ല. എന്റെ ഒരു തോട്ട് അങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. നിങ്ങളുടെ തെണ്ടിത്തനമല്ല എനിക്കറിയാം. ഈ പറയുന്ന ബിഗ് ബോസ് A to Z എന്തൊക്കെ കാണിക്കും, എന്തൊക്കെ ഉടായ്പകൾ കാണിക്കും, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്കറിയാം. സിജോയുടെ ഔട്ട് ഞാൻ നേരത്തെ അറിയാം. എനിക്ക് പക്ഷെ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ ആയിരുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും വലിയൊരു നെറുകേടായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മേ ബി അത് എന്റെ ഒരു ചിന്തയായിരിക്കാം. ഇതൊക്കെ ചെയ്തതിനു ശേഷം അവസാനം ഇന്നലെ മറ്റേ പ്രിയദർശനും നമ്മുടെ ജിത്തു ജോസഫ് ഒക്കെ വന്നല്ലോ. അവിടെ ചിലപ്പോൾ അവസരം കൊടുക്കുന്നത് ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പം സിജോയ്ക്ക് ആയിരിക്കും അവസരം കൊടുക്കുന്നത്. എന്റെ മൈൻഡിൽ തോന്നടാ. അതെങ്കിലും നിങ്ങൾ ചെയ്യും. അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് വീണ്ടും കാണാം. ചെയ്യും.